ഈ നെല്ല് സംഭരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാനും അവർ നെല്ല് കുത്തി അരിയാക്കി സപ്ലൈക്കോ കൊടുത്ത് സപ്ലൈക്കോ തിരിച്ച് പൈസ കൊടുക്കുന്ന സ്കീം അംഗീകരിച്ചു, തത്വത്തിൽ അംഗീകരിച്ചു എന്ന് പറയാം. എന്താ അതിൻ്റെ സ്ഥിതി? പത്രങ്ങളിലൊന്ന വാർത്തയാണ് ഇത്തരം വിഷയങ്ങളല്ല. നമുക്ക് നേരത്തെയുള്ള കാര്യങ്ങളിലൊരു മാറ്റവുമില്ല. നെല്ല് സംഭരണത്തിൽ കൃഷിക്കാരൻ്റെ നിന്ന് നെല്ല് സംഭരിച്ചാൽ അവൻ ഉടനെ പണം കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊരു വീഴ്ചയും വരാതിരിക്കാനുള്ള ഒരു കരുതലാണ് ഇത്തവണ മന്ത്രിസഭയും മന്ത്രിസഭാ ഉപസമിതിയും പലവട്ടം ചർച്ച നടത്തി. സഹകരണ പ്രസ്ഥാനങ്ങൾ, കേരള ബാങ്ക് പൂർണ്ണമായും അതിൽ സഹകരിച്ചുകൊണ്ട് ഇത്തവണത്തെ നെല്ല് സംഭരണത്തിൽ ഒരു വീഴ്ചയും വരരുതെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അപ്പോൾ ഈ ക്യാബിനറ്റിൽ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിച്ചു പറഞ്ഞ കാര്യം ശരിയല്ലെന്നാണോ പറയുന്നത്? അങ്ങനെ പറയില്ലല്ലോ, ഞാൻ ഒരിക്കലും പറയില്ല. ഇതാണ് എൻ്റെ ലക്ഷ്യം. അതെ, ഇപ്പം പറഞ്ഞല്ലോ, സഹകരണ സ്ഥാപനങ്ങൾ ചില സ്ഥലങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് ആ സൗകര്യമുണ്ടെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരികയാണ്. അത് പാലക്കാട് ജില്ലയിൽ അതിനാണ് ഏറെ സാധ്യത. കർഷകനെ സംബന്ധിച്ച് കർഷകൻ സ്വകാര്യ വ്യക്തികൾക്ക് നെല്ല് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. പരമാവധി നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സഹകരണത്തോടു കൂടി സംഭരിക്കുന്ന നെല്ലിൻ്റെ പണം ഉടനെ കൊടുക്കുക. ഇതാണ് ഈ കുട്ടനാട്ടിലൊന്നും സംഘങ്ങളില്ലല്ലോ. കുട്ടനാട് അത് പ്രായോഗികമായിട്ട് പറഞ്ഞല്ലോ. സപ്ലൈകോ ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ലല്ലോ. സപ്ലൈകോ ഉണ്ടല്ലോ. സപ്ലൈകോ ഉണ്ട്. സഹകരണ പ്രസ്ഥാനം സഹകരിപ്പിച്ച് ഉടനെ തന്നെ പണം കൊടുക്കാനുള്ള നടപടിയിലേക്ക്. അതിനെ സംബന്ധിച്ച് ചർച്ച നടന്നു. കേരള ബാങ്കാണോ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത്? അങ്ങനെയാണല്ലോ ഇപ്പോഴും കേരള ബാങ്ക് 1000 കോടിയിലധികം രൂപ, 1000 കോടി രൂപ കേരളത്തിൽ ഈ നെല്ല് സംഭരണത്തിൽ അവർ നൽകിയിട്ടുണ്ട്. അത് കൂടുതൽ ഉണ്ടാകണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അതിൻ്റെ ചർച്ച നടക്കുക. മറ്റൊരു വിഷയമാണ് 13 സബ്സിഡി ഇനങ്ങളുടെ വില കൂട്ടണമെന്നുള്ള ആവശ്യം സപ്ലൈകോ ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെ സബ്സിഡി ഇനങ്ങളുടെ വില കൂട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി വില കൂട്ടണമെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് കത്ത് കൈമാറിയിട്ടുണ്ട്. എന്തെങ്കിലും തീരുമാനക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല? അങ്ങനെ അവരുടെ ആവശ്യങ്ങളൊക്കെ ഈ കാലാനുസൃതമായിട്ടുള്ള വർധനവ്, ഈ സബ്സിഡി 2016 വിലയ്ക്കാണല്ലോ ഇപ്പോഴും കൊടുക്കുന്നത്. അതിലൊരു മാറ്റം വരുത്തണമെന്നുള്ള ആവശ്യം പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് നയപരമായി തീരുമാനിക്കേണ്ട കാര്യമായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് സപ്ലൈകോയ്ക്ക് മാത്രമല്ലല്ലോ, വിവിധ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായ സഹായം ചെയ്യുന്ന നിലപാടാണ്. പന്നിൻ രവീന്ദ്രനോട് ചോദിക്കുക. ഞാൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടും ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ തീരുമാനമാണ്. 2016 വിലയ്ക്ക് ഇനി സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണോ? എന്തായാലും വില കൂട്ടിയ മതി. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പറ, ലോകത്തെവിടെയെങ്കിലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടോ? മാർക്കറ്റിൽ ഫലപ്രദമായി ഗവൺമെൻറ് ഇടപെടുന്നതിൻ്റെ സൂചനയല്ലേ അതൊരു നല്ല കാര്യമല്ലേ? ആ പ്രവർത്തനങ്ങളിൽ സപ്ലൈകോ എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനം അവരുടെ വിഷമതകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് ആലോചിച്ചിട്ട് ആവശ്യമായ ഈ പൊതുപണിയിൽ ഇപ്പം വില കൂടിയ തുമര ഒഴുന്ന് ഇതൊന്നും സപ്ലൈകോയുടെ റാക്കുകളില്ല ചെല്ലുമ്പോഴും. അതാണല്ലോ അവർ ഈ വിഷയങ്ങൾ പറഞ്ഞത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നും വേണ്ടേ, അതൊന്നും വേണ്ടേ? എങ്ങനെയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്? ലക്ഷ്യം വേണ്ടേ? പന്നിൻ രവീന്ദ്രനോട് ചോദിക്കുക. ഒരു സ്ഥാപനം നടത്തുന്ന സ്ഥാപന ഉടമകളെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ സ്ഥാപനം നടത്തുന്നത്. അപ്പം ജീവനക്കാർക്ക് ചില വ്യവസ്ഥകൾ അവർ വയ്ക്കും. ആ വ്യവസ്ഥകൾ അപ്രായോഗികമായ വ്യവസ്ഥയൊന്നുമല്ല, പ്രായോഗികമായിട്ടുള്ള വ്യവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിനനുസൃതമായി ജീവനക്കാരും കൂടെ ഉണർന്ന് പ്രവർത്തിച്ചാൽ. ഞാൻ തന്നെ ഒരു യോഗത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു 6000 രൂപയിലധികം ഞാൻ മരുന്ന് വാങ്ങുന്നു. ഇതുപോലെ നിരവധി കുടുംബങ്ങൾ നഗരങ്ങളിലെ ചുറ്റുപാടുമൊക്കെ വാങ്ങുന്നത് 2000-3000. ഒരു 10 പേരെയോ 20 പേരെയോ ഒരു ജീവനക്കാരൻ, താൽക്കാലിക ജീവനക്കാരൻ ആ ടാർഗറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇടപെടണ്ടേ? അല്ലാതെ വെറും വന്ന് വാങ്ങുന്നവരെ മാത്രം ആശ്രയിച്ച് പോകാൻ പാടില്ലല്ലോ. അതുപോലെ വിൽപ്പനയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ വർധന ഉണ്ടാകാനുള്ള ചില ലക്ഷ്യമാണ്. അല്ലാതെ അതൊന്നും തന്നെ ജീവനക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടുന്ന ഉപാധികളല്ല. ഒരു സ്ഥാപനത്തിൽ ഇത്ര ലക്ഷം രൂപയുടെ വിൽപ്പന നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ താൽക്കാലിക ജീവനക്കാർ 2 പേരെയോ അല്ലെങ്കിൽ 3 പേരെയോ ഒരാളിനെയോ പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ചെയ്യുന്നതാണ്.